എല്ലാവർക്കും സുഖമാണോ? എനിക്ക് പാട്ട് വെച്ചാലേ പണി നടക്കുകയുള്ളൂ കേട്ടോ. പാട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ പണി കെട്ട അങ്ങനെ പോകട്ടോ ആ പാട്ടും കേട്ട്. അല്ലെങ്കിൽ എനിക്കൊരു മൂഡ് ഓഫാണ്. അപ്പോൾ ഞാൻ രാവിലെ ഇന്നൂസും നന്നൂസും സ്കൂളിൽ പോയി. അവർ പോയി കഴിഞ്ഞ ഉടനെ ഞാൻ ചോറും കറിയൊക്കെ വെച്ച് മീൻ കുറച്ച് കിട്ടിയായിരുന്നു. മീനും വാങ്ങിയിട്ട് അതും ഒന്ന് പൊരിച്ച് വെക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ചു. പിന്നെ കുറച്ച് പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു. പാത്രം കഴുകി എന്നുള്ള പണി തന്നെയല്ലേ നമുക്ക്. എന്നും അടുക്കി പെറുക്കി തുടച്ച് എല്ലാം ചെയ്യേണ്ടി വരുമല്ലോ. എല്ലാവർക്കും വിചാരം ഈ ഹൗസ് വൈഫിന് ഒരു പണിയുമില്ല എന്ന്. പക്ഷെ നമ്മളെപ്പോലെ പണിയെടുക്കുന്നവർ ഈ ലോകത്ത് ഒരാളുണ്ടാവില്ല കേട്ടോ. ആണുങ്ങൾക്ക് ഒന്നും പറ്റൂല. വെറുതെ പറയും നീ അവിടെ എന്താ പണിയെന്ന്. പക്ഷെ ഇതൊക്കെ പണി തന്നെയല്ലേ. ഒരു അടുപ്പിൻ്റെ അവിടെ ഒക്കെ നമ്മൾ എന്തെങ്കിലും ക്ലീൻ ചെയ്യണമെങ്കിൽ അത് കഷ്ടപ്പെട്ട് നല്ല ക്ലീൻ ചെയ്താലേ അത് നടക്കുകയുള്ളൂ. വീട് വൃത്തിയിൽ നിൽക്കണമെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം, അല്ലാതെ ആരും വിചാരിച്ചിട്ട് കാര്യമല്ലല്ലോ. അപ്പോഴാണെങ്കിൽ വാഴപ്പൂ കിട്ടിയപ്പോൾ അതൊന്ന് തോരനുണ്ടാക്കാൻ വിചാരിച്ചിട്ട്. എൻ്റെ ഫേവററ്റ് ആണ് കേട്ടോ. അപ്പം അതിൽ നമ്മൾ രസക്കൂട്ടൊക്കെ ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അതിൻ്റെ റെസിപ്പി പിന്നെ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ട്, അതൊന്നും കണ്ടോളൂ കേട്ടോ. പിന്നെ വീടൊക്കെ കണ്ടില്ലേ, അലങ്കോലമായിട്ടാണ്. രാവിലെ സ്കൂളിൽ പോകുമ്പോൾ എല്ലാം വലിച്ചു വാരിയിട്ടിട്ട് പോകും കേട്ടോ. അതൊക്കെ ഒന്ന് എത്ര ഞാൻ വൈകുന്നേരം ക്ലീൻ ചെയ്താലും ഇപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്താലും പിന്നെ പിള്ളേർ വന്നു കഴിയുമ്പോൾ പഴയ പോലെ അങ്ങോട്ടായി തീരും കേട്ടോ. അങ്ങനെ എല്ലാം എടുത്ത് വെച്ച് അടിച്ചു വാരലും ഒക്കെ കഴിഞ്ഞ് ഈ മോപ്പ് നല്ല മോപ്പാണ് കേട്ടോ. നല്ല അടിച്ചു വരാൻ നല്ല സുഖമാണ്. നമ്മൾ പിള്ളേരുള്ള വീട്ടുകളിൽ എന്തായാലും നിർബന്ധമായിട്ട് ഇത് വാങ്ങി വെക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ല കംഫർട്ടബിളാണ് കേട്ടോ. അതേപോലെ സോഫേൻ്റെ അടിയിലൊക്കെ കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതൊക്കെ കറക്റ്റായിട്ട് എല്ലാം നമുക്ക് പുറത്തേക്ക് എടുക്കാം കേട്ടോ. ചൂലും കൊണ്ട് അത്രയ്ക്ക് കംഫർട്ടബിൾ എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും വാങ്ങാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. പിന്നെ ഞാൻ അടിച്ചു വാരി തുടച്ച്, എൻ്റെ കിച്ചൺ ചെറിയ കിച്ചണാണ് കേട്ടോ. അതിൽ ഞാൻ കുറേ അടുക്കി പിറക്കി ഇങ്ങനെ കൊണ്ട് നടക്കുകയാണ്. സെൽഫൊക്കെ അടിക്കണം. പിന്നെ ഞാനിതാ ബെഡ്ഷീറ്റൊക്കെ ഒന്ന് മടക്കി വെച്ചു. പിന്നെ എന്തൊക്കെ 2 കട്ടൽ ഒരുമിച്ച് ഇട്ടേക്കുവാണ് കേട്ടോ, 4 പേർക്കും കിടക്കാൻ വേണ്ടി. അങ്ങനെ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് പറഞ്ഞ് വന്ന് ഇരുന്നപ്പോഴത്തേക്ക് സാരക്കുട്ടി വന്നിട്ടോ. അംഗൻവാടിയിൽ നിന്ന് 3:30 ആയി കാണും. അപ്പോൾ ആ സമയത്ത് വന്നു. അപ്പോഴത്തേക്ക് ഇന്നൂസും നേരത്തെ ഒന്ന് സ്കൂൾ വിട്ടു കേട്ടോ. അപ്പോൾ അടി കൂടുകയാണ് കേട്ടോ. അന്നൂസ് എന്തെടുത്താലും ഇന്നൂസിന് ദേഷ്യം വരും. അവൻ്റെ സാധനം എടുക്കാൻ പറ്റൂല നന്നൂസിന്. അപ്പം അങ്ങനെ രണ്ടാളും അടിയും കൂടി ഇരിക്കും. വീഡിയോ എടുക്കുന്നതുകൊണ്ട് ഒന്ന് മിണ്ടാതെ കൊഞ്ചായിരുന്നു കേട്ടോ വീഡിയോ എടുക്കുന്നതുകൊണ്ട്. അപ്പോൾ അംഗൻവാടിയിൽ ഇപ്പോൾ എന്താ പഠിച്ചതെന്ന് ചോദിച്ചപ്പോൾ അവനിതാ ABCD പഠിച്ചു ഞാനേന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് കാണിക്കുക കേട്ടോ. നല്ല രസമാണ്. ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് കൊഴുക്കട്ട ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. എനിക്ക് കൊഴുക്കട്ട ഉണ്ടാക്കുമ്പോൾ ഇന്നോസിന് വന്നിട്ട് തേങ്ങയും പഞ്ചസാരയും മാത്രമേ ഇടാവൂ, വേറെ ഒന്നും ഇടാൻ പറ്റൂല. അപ്പോൾ മറ്റേ ശർക്കരയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് അല്ലേ, ഏലക്കൊക്കെ ഇട്ടാൽ. പക്ഷേ ഇവനതൊന്നും പറ്റൂല കേട്ടോ. വെറുതെ തേങ്ങയും പഞ്ചസാരയും ഇട്ടിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കി കൊടുത്താൽ അടിപൊളിയായിട്ട് അങ്ങനെ കഴിച്ചോളൂ കേട്ടോ. ഏറ്റവും ഇഷ്ടമുള്ള സാധനം അതാണ് കേട്ടോ ബ്രേക്ക്ഫാസ്റ്റിൽ. അതേപോലെ സ്നാക്സ് ആയിട്ടും ഒക്കെ അതാണ് ഇഷ്ടം കേട്ടോ. ഭയങ്കര ഇഷ്ടം. ആ സമയത്താണ് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്. അയ്യോ എന്തൊരു സന്തോഷമായിരുന്നു. എന്തൊരു വെയിൽ, ചൂടാണെന്നറിയോ. ഇവിടെ നിലമ്പൂരൊക്കെ പെരും ചൂടാണ്. അപ്പോൾ മഴ പെയ്തപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അത് കഴിഞ്ഞിട്ട് ഇന്നൂസ് വേഗം പോയിട്ട് വാഴയിലയൊക്കെ പറിച്ചു കൊടുന്നിട്ട് കൊഴുക്കട്ട ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടോ. എനിക്ക് വെച്ചൊക്കെ തന്ന് ഭയങ്കര ഇഷ്ടമാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ബായ്, അടുത്ത വീഡിയോ കാണാം.